ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സലിലെ ഒരു ചെറിയൊരു ടിപ്സിനെ പറ്റിയാണ്, ട്രിക്കാണ്. സെൽ ലോക്കിംഗ് എന്ന് പറഞ്ഞൊരു ട്രിക്കാണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു സെല്ല് ലോക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനം. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ടേബിൾ ഉണ്ട്, നെയിം, പോയിന്റ്സ്, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിനകത്ത് നമുക്ക് പെർസെൻറ്റേജ് കാണും. പെർസെൻറ്റേജ് കാണുന്നത് ടോട്ടൽ പോയിന്റ്സിന് എഗൻസ്റ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ്, ഓരോ വ്യക്തിയുടെ എഗൻസ്റ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് കാണണം. അത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈക്വൽ ടു സലീമിൻ്റെ കാണുന്നില്ല, സലീം ഉള്ള ആളുടെ കാണാൻ 22 ഡിവൈഡഡ് ബൈ 215. അപ്പം 215ൻ്റെ സെൽഫ് റെഫറൻസ് ഇവിടെ കൊടുത്തു. ഓക്കെ, 0.10 എന്നൊരു നമ്പർ കിട്ടി. ഇതിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റാം. മുകളിലത്തെ ട്രിബണിലുള്ള പെർസെൻറ്റേജ് നമ്പർ സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി ബാക്കി താഴോട്ടുള്ള കിട്ടുന്ന സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ താഴോട്ടൊക്കെ ഡ്രാഗ് ചെയ്താൽ മതി, കിട്ടും. അതുപോലെ ഇവിടെ ഞാൻ ഡ്രാഗ് ചെയ്യുന്നു. പക്ഷെ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ഒരു എറർ മെസ്സേജാണ് വരുന്നത്. ഓക്കെ, അതിനകത്ത് എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ സലീമിൻ്റെ ഫോർമുല എടുത്ത് നോക്കാമെങ്കിൽ F3 ഡിവൈഡ് ബൈ F10. F10 ആണ് ഈ ടോട്ടലായിട്ടുള്ള 215. F3 എന്ന് വെച്ചാൽ സലീമിൻ്റെ പോയിന്റ്. ഇനി അടുത്ത മാറ്റിൻ്റെ സെല്ലിൽ പോകാമെങ്കിൽ അവിടെ F4 ഡിവൈഡ് ബൈ F1. F4 എന്ന് വെച്ചാൽ മാറ്റിൻ്റെ പോയിന്റ് കറക്റ്റാണ്. ഡിവൈഡ് ബൈ F11. F11 എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ടോട്ടലല്ല, ടോട്ടൽ 215ൻ്റെ തൊട്ട് താഴെയുള്ള സെല്ലാണ് നമുക്ക് വന്നേക്കും. അതുകൊണ്ടാണ് ഈ എറർ കാണിക്കുന്നത്. നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മേളത്തെ F3 താഴെ F4 ആവും, മേളത്തെ F1 താഴെ F11 ആവും, അത് മേളത്തെ F10 താഴെ F11 ആവും. അതുപോലെ തന്നെ താഴോട്ട് പോകുമ്പോഴും ഓരോ സെല്ലിൽ പോകുമ്പോഴും മേളത്തെ F11 ഇവിടെ F12 ആയി, മേളത്തെ F4 F5 ആയി. F4 F5 ആയി കുഴപ്പമില്ല, പക്ഷേ F10 എന്നുള്ള F11 12 ആകുമ്പോഴാണ് എറർ വരുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ളതാണ് എന്നോട് പറഞ്ഞിരുന്നത്. പലർക്കും അറിയാവുന്നതാണ്, എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ആദ്യം മേളത്തെ ഫോർമുലയിൽ പോവുക, F3 ബൈ F10. ഇത് കറക്റ്റാണ്. പക്ഷേ താഴെ പോകുമ്പോൾ F10 മാറാൻ പാടില്ല. F10 എന്നുള്ളത് ചേഞ്ച് ആകാൻ പാടില്ല. അതുകൊണ്ട് F10 നമ്മൾ എന്ത് ചെയ്യണം? ലോക്ക് ചെയ്ത് നോക്കണം. ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് F10 മാറത്തില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ F10ൻ്റെ അവിടെ കൊണ്ട് മൗസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് F4 എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, F4. ഓക്കെ, ഫംഗ്ഷൻ കീ F4. ആ F4 എന്ന ഫംഗ്ഷൻ കീ നീക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് സൈഡിലും രണ്ട് ഡോളർ സൈൻ വന്നിരിക്കും. എഫിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് രണ്ട് ഡോളർ സൈൻ വന്നിരിക്കും. അതിൻ്റെ അർത്ഥം ആ സെല്ല് ലോക്കായെന്ന്. ഓക്കെ, ഇനി നമ്മൾ ആ സെല്ലിനെ ഒന്ന് താഴോട്ട് ഡ്രാഗ് ചെയ്ത് നോക്കി. കണ്ടോ, ഫോർമുല എല്ലാം താഴോട്ടുള്ള എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള പെർസെൻറ്റേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം താഴോട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ F10 ആണ് കിടക്കുന്നത്. F10 ലോക്കായി കിടക്കുക. അപ്പോൾ 10 എന്നുള്ള വാല്യൂ മാറുന്നില്ല. കണ്ടോ, ഇവിടെ ലോക്കായി കിടക്കുന്നു. അതുകൊണ്ട് നമുക്ക് എറർ മെസ്സേജ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ടേബിൾസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഈ സെൽ ലോക്കിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ എറർ വരാതെ നിങ്ങൾക്ക് റിസൾട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ചാനലിലേക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.